ഹായ് ഗൈസ്, എല്ലാവരും നോമ്പറ്റ് ക്ഷീണിച്ചിരിക്കുകയാണോ? ഞാനൊരു തീരുമാനം എടുത്ത് നമുക്ക് ഈ റമദാൻ ഹെൽത്തി ആക്കിയാലോ. ഷുഗർ കട്ട് ചെയ്ത് പൊരിച്ച് കരിച്ച സാധനങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. എന്തായാലും പെരുന്നാളൊക്കെയല്ലേ വരുന്നത്, അപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മുഞ്ചിൽ പോവാമല്ലോ. ഞാനിപ്പം സ്ട്രോബെറി, ബനാന, പപ്പായ ഒക്കെയാണ് എടുത്തത്. നിങ്ങളേലുള്ള ഫ്രൂട്ട് എടുക്കുക, ഏത് ഫ്രൂട്ടായാലും മതി. മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആഡ് ചെയ്യുക, അപ്പം നല്ല മധുരം ഉണ്ടാവും. എല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കുക, കുടിക്കുക. നോമ്പ് തുറന്നിട്ട് എല്ലാവരും കുടിക്കുക. ശരിക്കും മധുരത്തിൻ്റെ ഒരു ആവശ്യമില്ലടാ, ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ സമൂസ, കട്ട്ലേറ്റ് അങ്ങനെ എണ്ണ പൊരിച്ച സാധനങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ പ്രോട്ടീനൊക്കെ ഉള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി പേസ്റ്റ് ആക്കി എടുക്കാം. ബീഫ് വേണം, ബീഫ് പ്രോട്ടീൻ അല്ലേ. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടാണ്ട് വേവിക്കുക. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഇഞ്ചി വെളുത്തുള്ളി സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളി ഇടുക. ഞാനിപ്പോൾ 4 ഉള്ളിയൊക്കെയാണ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഞാൻ എന്തൊക്കെയോ പൊടികൾ വാരിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബീഫിനെ പൊടിച്ചെടുക്കുക. ഒരു കുറുക്കുർ അത്ര മതി. നേരത്തെ ഉള്ളിയിലേക്ക് ഇട്ടാണ്ട് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ മുട്ട എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ എന്താ ഉണ്ടാക്കണം. യെസ്, ബീഫ് കേക്ക്. നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഇറച്ചി കേക്ക്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൽ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബാക്കിലുള്ള പക്ഷിയുടെ ശബ്ദം ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് മുട്ടയ്ക്ക് ഈ ഉള്ളിയുടെ മിക്സ് ഇടുക. എന്നിട്ട് രണ്ടും പാടി ഇളക്കി കൊടുക്കുക. പാത്രത്തിലോട്ട് ഒഴിക്കുന്നു, വേവിക്കുന്നു, സെർവ് ചെയ്യുന്നു. നോമ്പറന്നിട്ട് ഇതൊക്കെ കഴിക്കുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് സ്നാക്കും ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.